അപ്പോഴ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വരുന്ന 2025 ഡിസംബർ മാസത്തിൽ നടക്കുന്ന മലയാള നെറ്റ് പരീക്ഷ എങ്ങനെ വിജയകരമായി നമുക്ക് അറ്റൻഡ് ചെയ്യാം, ആ ലക്ഷ്യം നേടിയെടുക്കാം എന്നതുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ ആയിട്ടുണ്ട്. ഏറ്റവും ബേസിക് തൊട്ട് പറഞ്ഞു തുടങ്ങാമെന്നാണ് ഞാൻ കരുതുന്നത്. മലയാളത്തിന്റെ ഏതൊരു പരീക്ഷയും, പൊതുവായിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ ഏതൊരു മത്സര പരീക്ഷയും അതിനൊരു പ്രത്യേകതയുണ്ടാവും, സ്വഭാവം ഉണ്ടാകും. അത് മനസ്സിലാക്കി നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ അതിന്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കുന്നത്. അല്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു പരീക്ഷ എന്താണോ നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത്, ആ ഡിമാൻഡ് ചെയ്യുന്ന കാര്യം കൃത്യമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എപ്പോഴും ഒരു മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ള കാര്യം. അങ്ങനെ നോക്കുമ്പോൾ UGC നെറ്റ് എക്സാം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു സ്റ്റുഡൻറ്, ഏത് തരത്തിലുള്ള പ്രിപ്പറേഷൻ ആണ് നടത്തേണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ആ ചോദ്യത്തിന് വളരെ മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള ഒരു ഉത്തരം നൽകുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു പ്രസന്റേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് നെറ്റ് എക്സാമിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഇതില് നിങ്ങൾ സ്ലൈഡ് കാണുന്നുണ്ടാകും. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റിന്റെ ആകത്തുക UGC നെറ്റ് ഡിസംബർ പരീക്ഷ എങ്ങനെ പഠിക്കുന്നു എന്നതിലാണ് കാര്യം. ഈ ഒരു പോയിന്റ് ആണ് പ്രധാനമായിട്ട് ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എങ്ങനെ പഠിക്കാം എന്നുള്ളത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട മെത്തേഡ് നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഓക്കെ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. യെസ്, UGC നെറ്റ് ഡിസംബർ പരീക്ഷ എങ്ങനെ പഠിക്കുന്നു എന്നതിനാണ് കാര്യം. ഓക്കെ, മലയാള നെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾ ഏറ്റവും നിർബന്ധമായിട്ട് ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് UGC നെറ്റ് എക്സാം എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. സീനിയേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെട്ട ആളുകളോ ഒക്കെ ചെയ്ത് പരിചയിച്ച ഒരു അനുഭവത്തിന്റെ പുറത്ത് ഈ പരീക്ഷയെക്കുറിച്ചുള്ള ധാരണകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മൾ സ്വമേധയാ തന്നെ ആ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന അറിവുകളെ ഒന്നുകൂടി പുതുക്കി അത് എന്ത് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നു എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ടതുണ്ട്. അപ്പൊ അതിന് ആദ്യം എന്ത് വേണം ചോദിച്ചാല്, ബേസിക് ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് കാര്യം തൊട്ട് ഞാനൊന്ന് പറഞ്ഞു തുടങ്ങാം, എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. ഓക്കെ, ഒന്ന്, നമുക്കറിയാവുന്നതുപോലെ നെറ്റ് എക്സാമിന് 2 പേപ്പറുകളാണ് ഉള്ളത്. പേപ്പർ 1ഉം പേപ്പർ 2ഉം. 50 ചോദ്യമാണ് പേപ്പർ 1ൽ ഉള്ളത്. 50 ചോദ്യം എന്ന് പറയുമ്പോൾ ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതം, 50 ചോദ്യത്തിന് 100 മാർക്ക്. 100 മാർക്ക് പേപ്പർ 1ലും, പേപ്പർ 2ന് 100 ചോദ്യങ്ങൾ, 200 മാർക്ക് പേപ്പർ 2നും. അങ്ങനെ 300 മാർക്കിനാണ് പരീക്ഷ. മൊത്തം 150 ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നെഗറ്റീവ് മാർക്ക് ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ള അറിവ് നമുക്കൊക്കെ ഉണ്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടാണ് എക്സാമുകൾ നടക്കുന്നത്. ആകെ നമുക്ക് കിട്ടുന്ന സമയം 3 മണിക്കൂറാണ്. 3 മണിക്കൂർ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഈ 2 പേപ്പറിന്റെയും 150 ചോദ്യങ്ങൾ എഴുതി പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ പരീക്ഷ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്കൊക്കെ സംശയം തോന്നാവുന്ന ഒരു കാര്യം, പ്രായപരിധി ഉണ്ടോ എന്നുള്ളത്. JRF പ്രായപരിധി ഉണ്ട്, പക്ഷെ നെറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രായപരിധിയും ഇല്ല.
അതാണ് ഏറ്റവും അടിസ്ഥാനപരമായി ഈ ഒരു പരീക്ഷയെ സംബന്ധിക്കുന്ന നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഇനി ജാറഫിന്റെ അല്ലെങ്കിൽ നെറ്റ് എക്സാമിന്റെ അടുത്തൊരു പ്രത്യേകത എന്നുള്ളത് പരീക്ഷയുടെ കട്ട് ഓഫ് ആണ്. സാധാരണ ഒരു പരീക്ഷയുടെ നെറ്റ് എക്സാമിന്റെ കട്ട് ഓഫിനെ തീരുമാനിക്കുന്നത് കുറെ ഘടകങ്ങളാണ്. നമുക്ക് കട്ട് ഓഫിനെ അറിയാൻ പോലും സാധിക്കുന്നത് പരീക്ഷ നടന്നതിന് ശേഷമാണ് എന്ന് പറയാം. കാരണം പരീക്ഷ നടന്ന് ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട പൊതുവായ ഒരുപാട് ഘടകങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് കട്ട് ഓഫുകൾ തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പോ അതിൽ പൊതുവെ 3 കട്ട് ഓഫുകൾ നമുക്കുണ്ട്. ജാറഫ് ഉണ്ട്, നെറ്റ് ഉണ്ട്, PhD ഉണ്ട്. ഈ 3 കട്ട് ഓഫുകളിലൂടെയാണ് സാധാരണ നെറ്റ് എക്സാം എഴുതുന്ന ഒരാൾക്ക് കിട്ടുന്നത്. ഓക്കെ, ഏറ്റവും ഉയർന്ന മാർക്കിന് ജാറഫ് കിട്ടും. അതിന് തൊട്ട് താഴെയുള്ള മാർക്കിന് ഒരു നിശ്ചിത ശതമാനത്തിന് 6% പേർക്ക് നെറ്റും 1% പേർക്ക് ജാറഫും ആ ഒരു പരീക്ഷയിൽ അപേക്ഷിച്ച അതിനേക്കാൾ കൂടുതൽ പേർക്ക് PhD അഡ്മിഷൻ എന്നുള്ള കാറ്റഗറിയും കിട്ടും. ഈ 3 കാറ്റഗറിയാണ് കട്ട് ഓഫിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു അറിവാണ്. ഇനി ഞാൻ പതിയെ നമ്മുടെ മലയാളം സിലബസിലേക്ക് വരികയാണ്. നമുക്ക് 10 യൂണിറ്റ് ആണ് ഫസ്റ്റ് പേപ്പറിൽ ഉള്ളത്. അതേ പ്രകാരം തന്നെ 10 യൂണിറ്റ് മലയാളത്തിലും ഉണ്ട്. ഇത് ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളിലും ഭാഷയും സംസ്കാരവും സാഹിത്യവും അതേപോലെ കലയും ഒക്കെ ചേർന്ന മലയാളവുമായി ബന്ധപ്പെട്ട മലയാള ഭാഷാ സാഹിത്യ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയകളും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണ് 10 യൂണിറ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത്. ഒരു ചെറിയ തലക്കെട്ടിനകത്ത് ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം. അപ്പോൾ ആദ്യമായിട്ട് ഈ സിലബസ് ഈ പറയുന്ന ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ കാണുന്നത് പോലെ ആദ്യമുള്ളത് മലയാള സാഹിത്യം പ്രാരംഭം എന്നുള്ള ഒരു ഭാഗമാണ്. ഈ പ്രാരംഭം എന്നുള്ള ഭാഗത്ത് പാട്ടും മണിപ്രവാളവും മുതൽ ചെറുശ്ശേരിയുടെയും അതേപോലെ എഴുത്തച്ഛൻ്റെയും കുഞ്ചൻ നമ്പ്യാരുടെയും ഒക്കെ കാലം വരെയുള്ള കവിതകളുടെ അല്ലെങ്കിൽ ആദ്യകാല കവിതകളുടെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് ഒന്നാമത്തെ ഭാഗത്തുള്ളത്. യൂണിറ്റ് 2 എത്തുമ്പോഴേക്കും നമ്മൾ എഴുത്തച്ഛൻ്റെയും കുഞ്ചൻ നമ്പ്യാരുടെയും ഒക്കെ കാലം കഴിഞ്ഞ് അതേപോലെ ഗദ്യത്തിന്റെ വളർച്ചയൊക്കെ ഉണ്ടായി പതിയെ കവിതയുടെ സ്വഭാവത്തിൽ മാറ്റം വന്ന് കാൽപ്പനികത ഉദയം ചെയ്ത് കുമാരനാശാനിലും ഉള്ളൂരിലും വള്ളത്തോളിലൊക്കെ എത്തി നിൽക്കുന്ന ആ ഒരു പുതിയ കാലത്തിന്റെ പിറവി മുതൽക്കാണ് 20-ാം നൂറ്റാണ്ട് മുതലുള്ള കവിതയാണ് രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തെ ഭാഗം ആകുമ്പോഴേക്കും കഥാസാഹിത്യം എന്നുള്ള യൂണിറ്റാണ് അവിടെയുള്ളത്. കഥാസാഹിത്യത്തില് 2 തരം കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന് നോവലാണ്, മറ്റൊന്ന് ചെറുകഥയാണ്. ചെറുകഥയും നോവലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഥാസാഹിത്യം എന്ന ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. അടുത്തത് ദൃശ്യകലയും സാഹിത്യവും എന്ന യൂണിറ്റാണ്. ഇതിനകത്ത് ഒരുപാട് ഉൾപ്പിരിവുകൾ, പ്രധാനപ്പെട്ട പല വിഷയങ്ങളും ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് ദൃശ്യകല എന്ന് പറയുമ്പോൾ ദൃശ്യകലയുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ ഒരു ചരിത്രം, ആദ്യകാല ദൃശ്യകലാരൂപങ്ങൾ, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോ ആദ്യകാല ദൃശ്യകലയുടെ രൂപങ്ങൾ പരിശോധിക്കുമ്പോൾ ആട്ടക്കഥകളും കഥകളിയും ഒക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. ആട്ടക്കഥാകൃത്തുക്കൾ ആരൊക്കെയാണ്, കൃതികളും കഥകളിയുമായി ബന്ധപ്പെട്ട വേഷം, അതിന്റെ വാദ്യം, അഭിനയം, സംഗീതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടി വരും. അടുത്തത് തുള്ളലാണ്. തുള്ളലിന്റെ ചരിത്രം, നമ്പ്യാരും തുള്ളലും എന്നുള്ള ഒരു ഭാഗം, തുള്ളലിന്റെ തന്നെ വേഷവും വാദ്യവും ഒക്കെ അടങ്ങുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ദൃശ്യകലയും സാഹിത്യവും എന്നുള്ള ഭാഗത്ത് വരുന്നതാണ്. ഞാൻ അടുത്തതായിട്ട് നിങ്ങളോട് ഏതിനാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം വിശദീകരിക്കാം. അതിനു മുന്നേ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഈ ഒരു ഭാഗം ഒന്ന് വിശദീകരിച്ച് പോവുക മാത്രമാണ് ഇപ്പൊ ചെയ്യുന്നത്. അടുത്ത 5-ാമത്തെ യൂണിറ്റ് നമ്മൾ നാടോടി വിജ്ഞാനീയം, ഫോക്ലോർ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഫോക്ലോറിന്റെ സിദ്ധാന്തം എന്ന നിലക്ക് ഫോക്ലോറിനെ നമ്മൾ മനസ്സിലാക്കണം.
നാടൻ കലാരൂപങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു പാരമ്പര്യത്തെയും അതുമായി ബന്ധപ്പെട്ട എഴുതപ്പെട്ട പുസ്തകങ്ങളെയും മറ്റുമൊക്കെ ആ ഒരു ഭാഗത്ത് വരുന്നു. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂള്, യൂണിറ്റ്. അത് മലയാള നിരൂപണമാണ്. മലയാള നിരൂപണവുമായി ബന്ധപ്പെട്ട വളരെ കൂടുതൽ ചോദ്യങ്ങൾ സാധാരണ കണ്ടുവരാറുണ്ട്. അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മലയാള നിരൂപണത്തിന്റെ പുസ്തകാഭിപ്രായം, നിരൂപണം, വിമർശനം, ഉപന്യാസം എന്നീ കാര്യങ്ങളുടെയൊക്കെ ഒരു പ്രാരംഭഘട്ടം 20ാം നൂറ്റാണ്ടിലും മറ്റുമൊക്കെ ആരംഭിക്കുന്ന ഗദ്യത്തിന്റെ വളർച്ചയോടുകൂടി നിരൂപണ രംഗത്ത് ഉണ്ടായ മാറ്റങ്ങളും അതിന്റെ തുടക്കവും ഒക്കെ ആ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കേണ്ടി വരും. പിന്നീട് കേസരിയുടെയും മുണ്ടശ്ശേരിയുടെയും മാരാരുടെയും MP പോളിന്റെയും ഒക്കെ കാലാകുമ്പോഴേക്കും നിരൂപണ ശാഖയിലുണ്ടായ മാറ്റം, പാശ്ചാത്യ സാഹിത്യത്തിന്റെയും നിരൂപണ സമ്പ്രദായങ്ങളുടെയും ഒക്കെ സ്വാധീനം, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ തുടർച്ചയിൽ പഠിക്കും. പിന്നെ നമ്മൾ വരുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് മറ്റ് സാഹിത്യ വിഭാഗങ്ങൾ എന്ന ഒരു പൊതു തലക്കെട്ടിന് കീഴിൽ കൊടുത്തിട്ടുള്ള ഒരുപാട് വിഷയങ്ങളാണ്. ഇത് നമ്മൾ ഓരോ വിഷയം കൃത്യമായിട്ട് തന്നെ ധാരണയിൽ ഉണ്ടാവണം. മറ്റു സാഹിത്യ വിഭാഗങ്ങൾ എന്ന ഭാഗത്ത് ഒരുപാട് യൂണിറ്റുകൾ കടന്നു വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഉപവിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. അത് അത്രയും പ്രധാനപ്പെട്ടതുമാണ്. ജീവചരിത്രം, ആത്മകഥ, യാത്രാവിവരണം, അതേപോലെ ഗവേഷണ പ്രബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിജ്ഞാനകോശം, നിഘണ്ടു, സൈബർ സാഹിത്യം, കാരിക്കേച്ചർ, താരതമ്യ പഠനം, വിവർത്തന പഠനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇതൊക്കെ ഓരോന്നോരോന്ന് ശരിക്ക് വളരെ വിശാലമായ ഏരിയകളാണ്. അതൊക്കെ ചുരുക്കി മറ്റു സാഹിത്യ വിഭാഗങ്ങൾ എന്ന ഒറ്റ യൂണിറ്റിലേക്ക് ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഭാഷാശാസ്ത്രവും വ്യാകരണവും എന്നുള്ള ഒരു ഭാഗമാണ്. ഇത് നമുക്കൊക്കെ അറിയുന്നത് പോലെ ഏത് പരീക്ഷയ്ക്കും ഈ ഒരു ഭാഗത്ത് നിന്ന്, വ്യാകരണത്തിന്റെയും ഭാഷാശാസ്ത്രത്തിന്റെയും ഭാഗത്ത് നിന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങൾ വരാറുണ്ട്. അതില് ഭാഷാശാസ്ത്രത്തിന്റെയും വ്യാകരണത്തിന്റെയും ഒക്കെ ഒരു ചരിത്രം തൊട്ട് നമുക്ക് പഠിക്കാനുണ്ട് സിലബസിൽ. ഇപ്പം പ്രാചീന ഭാരതത്തിലെ ഭാഷാ പഠന രീതികൾ നമ്മൾ നോക്കേണ്ടി വരുന്നുണ്ട്. അതിൽ പ്രയുക്ത ഭാഷാശാസ്ത്രം, ഭാഷാശാസ്ത്രത്തിന്റെ കക്ഷികൾ, അങ്ങനെ പലതും അതിലേക്ക് വരുന്നു. ശേഷം മലയാള ഭാഷയുടെ ഉൽപ്പത്തി സിദ്ധാന്തങ്ങൾ, അതേക്കുറിച്ച് ഉള്ള പല അഭിപ്രായങ്ങൾ, അതേപോലെ ഈ വ്യാകരണത്തിന്റെ ഉൾപ്പിരിവുകളായി നമുക്ക് പറയാവുന്ന പല കാര്യങ്ങൾ, വ്യാകരണ ഗ്രന്ഥങ്ങൾ, സ്വരങ്ങളും വ്യഞ്ജനങ്ങളും നാമരൂപങ്ങളും ലിംഗവും വചനവും വിഭക്തിയും വിഭക്തിയാഭാസവും ഒക്കെ അടങ്ങിയ കാര്യങ്ങൾ, ഇതൊക്കെ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞാണ് അടുത്ത യൂണിറ്റ് വരുന്നത് സാഹിത്യ സിദ്ധാന്തവും സൗന്ദര്യശാസ്ത്രവും എന്നുള്ളത്. പ്രധാനമായിട്ടും സാഹിത്യ സിദ്ധാന്തവും സൗന്ദര്യശാസ്ത്രവും പഠിക്കുമ്പോൾ നമ്മൾ രണ്ട് ധാരയെക്കുറിച്ച് പഠിക്കും. ഒന്ന് പാശ്ചാത്യ സിദ്ധാന്തമാണ്, മറ്റൊന്ന് പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തമാണ്. ഇതിന്റെ രണ്ടിന്റെയും ഒരു പരിണാമ ചരിത്രം കൃത്യമായിട്ട് സിലബസിന്റെ അകത്തേക്ക് വരുന്നുണ്ട്. അവസാനത്തെ യൂണിറ്റ് കേരള സംസ്കാരമാണ്. അതും വളരെ വിശാലമായ ആശയങ്ങളും ടോപ്പിക്കുകളും ഉൾക്കൊള്ളുന്ന ഒരു വിഷയമാണ്. അപ്പൊ ഇതൊക്കെ അടങ്ങിയ കേരള സംസ്കാരം പഠിക്കുകയാണെങ്കിൽ നമ്മുടെ സംഘകാലം മുതൽ പിന്നീട് അധിനിവേശ ശക്തികൾ കേരളത്തിലേക്ക് വന്നത് മുതൽ, അതേപോലെ കേരളത്തിന്റെ ആധുനീകരണത്തിന്റെ ഘട്ടവും പിന്നീട് ഒരു ജനായത്ത ഭരണ സമ്പ്രദായം രൂപപ്പെടുന്നതും നമ്മുടെ ജനാധിപത്യ രീതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾ ഉണ്ടായി വരുന്നതും, ശേഷം ഉണ്ടായ പലതരം മാറ്റങ്ങളും, ആധുനികവൽക്കരണവും, വൈജ്ഞാനിക രംഗത്തുണ്ടായ പല മാറ്റങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു മേഖല തന്നെയാണ് കേരള സംസ്കാരം. അപ്പൊ ഈ 10 യൂണിറ്റ് മുന്നിലെടുത്ത് വെച്ചിട്ട് ഇപ്പൊ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരാള്, പ്രത്യേകിച്ചിട്ടും 2-3 മാസത്തിന്റെ ഗ്യാപ്പിൽ മാത്രം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരാള് സ്വാഭാവികമായിട്ട് കൺഫ്യൂസ്ഡ് ആകും, ആങ്സൈറ്റി ഉണ്ടാകും, അവർക്ക് ആത്മവിശ്വാസം ചോരാൻ സാധ്യതയുണ്ട്, അവർക്ക് ബുദ്ധിമുട്ട് തോന്നാൻ സാധ്യതയുണ്ട്, പേടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഞാനിപ്പോ വായിച്ചത് മാത്രമൊന്നല്ല, ഈ സിലബസ് മാത്രം ഇരുന്നിട്ട് നമുക്ക് 1 മണിക്കൂർ പറഞ്ഞു തീർക്കേണ്ട അത്രയും വിശാലമായ ഒരു സിലബസ് ഭാഗമാണ് ഈ 10 യൂണിറ്റിലായിട്ട് എക്സാമിന് വേണ്ടി നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ച കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഈ 10 യൂണിറ്റും അതിന്റെ A to Z എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് പഠിച്ചെടുത്ത്
നെറ്റ് വാങ്ങി കളയാം എന്നുള്ളത് അത്ര പ്രായോഗികമായ ഒരു കാര്യമായിട്ട് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. മറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഈ പരീക്ഷ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു അധ്വാനമുണ്ട്, ഒരു തയ്യാറെടുപ്പുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി വരുന്ന 2-3 മാസത്തിന്റെ കാലയളവിനുള്ളിൽ ശ്രമിക്കുക, പരിശ്രമിക്കുക, പണിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരേ ഒരു കാര്യം. അപ്പൊ അതെന്താണ്, എന്താണ് ഈ ഒരു പ്രാക്ടിക്കലായിട്ട് നമുക്ക് എക്സാമിന് വേണ്ടി ചെയ്യാൻ കഴിയുക? അതാണ് ഞാൻ തുടക്കത്തിൽ ഈ ഒരു പ്രസന്റേഷന്റെ ടൈറ്റിൽ പോലും കൊടുത്തിട്ടുണ്ടത്, എങ്ങനെ പഠിക്കുന്നു എന്നതിലാണ് കാര്യം എന്നാണല്ലോ. അപ്പൊ അതിലേക്കാണ് നമ്മൾ വരുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാനിവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാം. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ യൂണിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അഥവാ ഞാൻ നേരത്തെ പറഞ്ഞ സിലബസിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ സാധാരണ വരാറുള്ള യൂണിറ്റുകളാണ്. 3 യൂണിറ്റുകളുടെ പേരാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. മൊത്തം നമുക്ക് 100 ചോദ്യമുണ്ട്, 200 മാർക്കുണ്ട്. ആ 100 ചോദ്യത്തിൽ ഒരു യൂണിറ്റിന് കൃത്യമായിട്ട് വിഭജിക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റിന് 10 ചോദ്യം വെച്ചിട്ടാണ് വരേണ്ടത്. അപ്പോൾ 10 യൂണിറ്റിൽ നിന്നും 10 ചോദ്യങ്ങൾ വീതം 100 ചോദ്യങ്ങൾ പൂർത്തിയാക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല പൊതുവിൽ വരാറുള്ളത്. ഇതില് പ്രയോറിറ്റി, അതാണ് നമുക്ക് പഠനത്തിലും നമ്മുടെ ക്രമീകരണത്തിലും ചില യൂണിറ്റുകളുടെ പഠനങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. ഗോൾഡൻ യൂണിറ്റ്സ് എന്ന് പറയുന്നത് കൂടുതൽ ചോദ്യങ്ങൾ ഈ പറയുന്ന യൂണിറ്റുകളിൽ നിന്ന് സാധാരണ വരാറുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടിയാണ്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് മലയാള സാഹിത്യം പ്രാരംഭം എന്നുള്ള യൂണിറ്റ് ആണ്. സാധാരണ മറ്റു യൂണിറ്റുകളെക്കാൾ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് മലയാള സാഹിത്യ പ്രാരംഭം എന്ന് പറയുമ്പോൾ. പ്രാചീന കവിത എന്നർത്ഥം. ശാസനങ്ങളും ആദ്യകാല ഗദ്യ മാതൃകകളും ചെപ്പേടുകളും ഒക്കെ അടങ്ങുന്ന വിശാലമായ ഒരു യൂണിറ്റ് ആണത്. അവിടെ നിന്നും 12 മുതൽ 13 വരെ ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ഉറപ്പായും വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൽ കൂടുതലാണ്, ചിലപ്പോൾ കൂടുതലാവാനാണ് സാധ്യത. ഞാൻ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഡാറ്റ, ഒരു വർഷത്തെ കഴിഞ്ഞ 2024 2 ടേമുകളുടെ പരീക്ഷയെ മുൻനിർത്തിയിട്ട് അതിന്റെ ഡാറ്റ നിങ്ങൾക്ക് ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ മലയാള സാഹിത്യം പ്രാരംഭം എന്നുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് ഉറപ്പായിട്ടും സാധാരണ യൂണിറ്റിനേക്കാളും കവിഞ്ഞ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ യൂണിറ്റ് ആണ് മലയാള സാഹിത്യം പ്രാരംഭം എന്ന് പറയുന്ന പ്രാചീന കവിതയുടെ തുടർച്ചയിൽ വരുന്ന യൂണിറ്റ്. അതിലാണല്ലോ 20-ാം നൂറ്റാണ്ടിന്റെ മുതലുള്ള കവിത എന്ന് പറയുമ്പോൾ ആശാന്റെയും വള്ളത്തോളിന്റെയൊക്കെ കാലം മുതൽക്കുള്ള കവിതകൾ, മലയവിലാസം ARന്റെയൊക്കെ കവിത മുതൽക്കുള്ള കാലം, ആ ഒരു കാൽപ്പനികതയുടെ പ്രാരംഭം മുതൽക്കുള്ള കാലം, ആ 20-ാം നൂറ്റാണ്ടിന്റെ ആയിട്ട് ബന്ധപ്പെട്ട കൊട്ടേഷൻസ് ചോദിക്കാറുണ്ട്. ചിലപ്പോ ആശാന്റെ തന്നെ കൃതികളുടെ എല്ലാ വർഷവും ആവർത്തിക്കുന്ന രീതിയിലുള്ള ക്രമീകരിക്കാൻ ചോദിക്കാറുണ്ട്, വർഷങ്ങൾ ക്രമീകരിക്കാൻ ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നിന്ന് സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. അതും നമുക്ക് ഗോൾഡൻ യൂണിറ്റ്സിൽ പെടുത്താവുന്ന യൂണിറ്റ് ആണ്. മറ്റൊന്ന് മലയാള നിരൂപണമാണ്. നിരൂപണവും വളരെ പ്രധാനമാണ്. അതിൽ നിന്നും നിരവധി ചോദ്യങ്ങൾ വരാറുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന, ഉറപ്പിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു മാക്സിമം എന്ന് നമ്മൾ കണക്കുകൂട്ടുന്ന ശരാശരി ഒരു യൂണിറ്റിൽ നിന്ന് 10 ചോദ്യമാണെങ്കിൽ ഈ യൂണിറ്റുകളിൽ നിന്നൊക്കെ അധികം ചോദ്യങ്ങൾ വരാറുണ്ട് എന്നാണ് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ സ്ലൈഡിൽ കാണുന്നുണ്ടാകും. ഞാൻ 2024 ജൂണിന്റെയും ഡിസംബറിന്റെയും പരീക്ഷകളുടെ ഏതൊക്കെ യൂണിറ്റ് അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് എന്ന് ഒന്ന് കണക്ക്, അതിന് ഡാറ്റ എടുത്തതിന്റെ അതാണ് നിങ്ങൾ സ്ലൈഡിൽ കാണുന്നത്. ഇത് 10 യൂണിറ്റും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആ 10 യൂണിറ്റിന്റെ 2024 ജൂണിലെ ഈ ഒരു യൂണിറ്റിൽ വന്ന ചോദ്യങ്ങളുടെ എണ്ണാണിത്. 5-ാമത്തെ ചോദ്യം, 6-ാമത്തെ ചോദ്യം, 9-ാമത്തെ ചോദ്യം, 14-ാമത്തെ ചോദ്യം, 15-ാമത്തെ ചോദ്യം, 24, 25, 40, 59, 60, 63, 64, 66, 87, 89. അഥവാ 2024 ജൂണിൽ ചോദിച്ച 15 ചോദ്യങ്ങളും യൂണിറ്റ് 1-ൽ നിന്നാണ്. അത് ഡാറ്റയാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഡാറ്റ. ഓക്കെ, ഇത് ഒറ്റ വർഷത്തെ മാത്രമാണ്. നമുക്കിതിലും കൂടുതൽ
സാമ്പിൾസ് വെച്ചിട്ടാണ് നമുക്കൊരു റിസൾട്ടിലേക്ക് ഉറപ്പിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. ഇത് തികച്ചും എല്ലാ വർഷവും എല്ലാ പരീക്ഷയിലും ഇതേപോലെ ആവർത്തിച്ച് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്കിലും എങ്ങനെയാണ് എക്സാമുകളുടെ പാറ്റേൺ എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു പരിശോധന നമുക്ക് ഉപകരിക്കുന്നു. അതിനുവേണ്ടി ഒരു മാതൃക മാത്രമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതേ വർഷം തന്നെ 2024 ഡിസംബറിലെ പരീക്ഷയിൽ അതാ ഈ പറയുന്ന എണ്ണങ്ങളിലുള്ള ചോദ്യങ്ങളൊക്കെ യൂണിറ്റ് 1-ൽ നിന്നും വന്നതാണ്. 14 ചോദ്യങ്ങളാണ് യൂണിറ്റ് 1-ൽ നിന്നും ആ ഒരു വർഷം വന്നിട്ടുള്ളത്. ഓക്കെ, ഓരോ യൂണിറ്റിലെയും ചോദ്യങ്ങളുടെ എണ്ണം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ആ എണ്ണം മാത്രം വായിക്കാം. ചോദ്യങ്ങളുടെ എണ്ണം നമ്പർ ഒന്നും ഞാൻ വായിക്കുന്നില്ല. ഓരോ വർഷവും ഓരോ യൂണിറ്റിൽ നിന്ന് എത്ര വന്നിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാണ്. രണ്ടാമത്തെ യൂണിറ്റ് ആധുനിക 20-ാം നൂറ്റാണ്ട് മുതലൊക്കെയുള്ള കവിതയെ കുറിച്ച് പറയുന്ന യൂണിറ്റ് ആണ്. ആ യൂണിറ്റിൽ നിന്നും നേരത്തെ പറഞ്ഞതുപോലെ 15 ചോദ്യങ്ങൾ ജൂൺ എക്സാമിന് വന്നിട്ടുണ്ട്. പക്ഷെ ഡിസംബർ എക്സാം ആകുമ്പോഴേക്കും അത് 10 ചോദ്യമായിട്ട് ചുരുങ്ങി. മൂന്നാമത്തെ യൂണിറ്റ് കഥാസാഹിത്യമാണ്. കഥാസാഹിത്യത്തിൽ നോവലും ചെറുകഥയും ഉൾപ്പെടുന്ന യൂണിറ്റ് ആണ്. ആ യൂണിറ്റിൽ നിന്ന് 13 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ 2024 ഡിസംബറിൽ ആ യൂണിറ്റിൽ നിന്ന് വന്നത് 8 ചോദ്യമാണ്. 24 ജൂണില് നാലാമത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ദൃശ്യകലയും സാഹിത്യവും എന്നുള്ള ആ യൂണിറ്റ്, അതിൽ നിന്ന് വന്നിട്ടുള്ളത് 15 ചോദ്യമാണ്. അതിൽ നിന്നും തൊട്ട് അടുത്ത എക്സാമിന് വന്നിട്ടുള്ളത് 8 ചോദ്യമാണ്. അടുത്തത് 2024 ജൂണിലെ 5-ാമത്തെ യൂണിറ്റ് അഥവാ നാടോടി വിജ്ഞാനിയും ഫോക്ലോർ എന്നുള്ള ഭാഗത്ത് നിന്ന് 2 ചോദ്യം മാത്രമാണ് വന്നിട്ടുള്ളത്. ആ ഫോക്ലോറിൽ നിന്നും ഡിസംബറിൽ എക്സാമിലേക്ക് എത്തുമ്പോഴേക്കും 7 ചോദ്യമായിട്ട് മാറി. ജൂൺ എക്സാമിലെ വന്ന യൂണിറ്റ് 6 അഥവാ മലയാള നിരൂപണവുമായി ബന്ധപ്പെട്ട ആകെ ചോദിച്ചത്, ഞാൻ നേരത്തെ ഗോൾഡൻ യൂണിറ്റ് ആയിട്ട് പൊതുവിൽ എണ്ണിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു ടേമിൽ ചോദിച്ചത് വെറും 4 ചോദ്യം മാത്രമാണ്. അതേപോലെ ഡിസംബർ എക്സാമിലേക്ക് വരുമ്പോൾ 9 ചോദ്യം ചോദിച്ചു. പിന്നെ വരുന്നത് 7-ാമത്തെ യൂണിറ്റ് ആണ്. 7-ാമത്തെ യൂണിറ്റിന്റെ കാര്യത്തിൽ ജൂൺ എക്സാമിൽ ആകെ ചോദിച്ചത് 4 ചോദ്യമാണ്. അതേപോലെ ഡിസംബറിലേക്ക് എത്തുമ്പോഴേക്കും 7 എണ്ണം ചോദിച്ചു. പിന്നെ അങ്ങനെ 8-ാമത്തെ യൂണിറ്റിൽ നിന്നും 7, 8 എന്ന ക്രമത്തിൽ ചോദിക്കുന്നു. 9-ാമത്തെ യൂണിറ്റിൽ നിന്നും 10, 10 എന്ന ക്രമത്തിൽ ചോദിക്കുന്നു. 10-ാമത്തെ യൂണിറ്റിൽ നിന്നും ജൂണിൽ ചോദിച്ചത് 3-ഉം ഡിസംബറിൽ ചോദിച്ചത് 7-ഉമാണ്. ഈ ഒരു ക്രമത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. പാറ്റേണും ഈ ചോദിക്കുന്ന എണ്ണത്തിന്റെ സ്വഭാവമൊക്കെ മാറിയെന്ന് വരാം. പക്ഷെ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ആദ്യത്തെ 2 യൂണിറ്റുകൾ എത്രത്തോളം പ്രധാനമാണ് എന്നുള്ളത്. അപ്പോൾ ആ യൂണിറ്റുകൾ കുറച്ചുകൂടി നമ്മൾ ഇരുന്ന് പഠിക്കേണ്ടി വരും എന്നുള്ളത് നിങ്ങൾ സ്വയം വിലയിരുത്തി മനസ്സിലാക്കി അതിനുവേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കണം എന്നാണ് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതൊരു പൂർണ്ണ ഡാറ്റയല്ല, ഒറ്റ വർഷത്തെ 2 ടേമിൽ എക്സാമുകളുടെ മാത്രം ഡാറ്റ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. കുറച്ചുകൂടി നിങ്ങൾക്ക് PYQ ചെയ്യുന്ന സമയത്ത് ഒന്ന് സ്വയം മനസ്സിലാക്കി ഏതൊക്കെ യൂണിറ്റുകളിൽ നിന്നാണ് സാധാരണ കൂടുതൽ വരുന്നത്, ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങളാണ് ആ യൂണിറ്റിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതൊരു പരീക്ഷയ്ക്ക് ഒരു മർമ്മം ഉണ്ടാവും, ഒരു സ്ട്രാറ്റജി ഉണ്ടാകും, അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യം ഉണ്ടാകും. ആ രഹസ്യത്തെ നമ്മൾ ചുരുളഴിച്ചെടുക്കുക എന്നുള്ളതാണ്, കണ്ടെത്തി മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടത് ആ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പരീക്ഷകളുടെ PYQ നമ്മൾ സംഘടിപ്പിച്ച് നിരന്തരം ചെയ്തുകൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. എങ്ങനെ നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എന്നുള്ളത്. ഓക്കെ, എങ്ങനെ ചെയ്താലാണ് നമുക്ക് പ്രിപ്പറേഷൻ റെഡിയാക്കാൻ പറ്റുക, സ്മാർട്ട് വർക്ക് ആക്കി മാറ്റാൻ പറ്റുക എന്നുള്ളത്. കഴിഞ്ഞ തവണ ജാറഫ് കിട്ടിയ ആളുകളോട് സംസാരിച്ചപ്പോൾ, ഏത് തവണ ജാറഫ് കിട്ടുന്ന ആളുകളോട് സംസാരിച്ചാലും അവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ജാറഫ് വാങ്ങിയവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് സ്മാർട്ട് വർക്കാണ് ആവശ്യം, ഹാർഡ് വർക്ക് അല്ല. ഹാർഡ് വർക്കിനേക്കാളും നമുക്ക് ആവശ്യം സ്മാർട്ട് വർക്കാണ്. സ്മാർട്ട് വർക്കാണ് നമ്മുടെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ
നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് വർക്ക് എന്താണ്, എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ആദ്യം വേണ്ടത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ഈ പരീക്ഷ നമ്മോട് എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ 10 യൂണിറ്റുകൾ മുഴുവനും പഠിച്ചെടുത്ത് ഒക്കെ കലക്കി കുടിച്ച് ഞാൻ JRF വാങ്ങിക്കളയാം, നെറ്റ് വാങ്ങിക്കളയാം എന്നുള്ള ഒരു കാര്യം സാധ്യമാകാത്ത കാര്യമാണ്. അപ്പൊ പകരം എന്ത് വേണം? ഈവൻ നമ്മൾ പലപ്പോഴും ചില ആളുകളൊക്കെ അത്രയൊന്നും അവർ ഭാഷയിൽ അല്ലെങ്കിൽ സാഹിത്യത്തിലോ ഒരു ഇരുത്തം ഇല്ലാത്ത ആളുകൾ പോലും, അല്ലെങ്കിൽ കൃത്യമായ ഒരു ബേസ് ഇല്ലാത്ത ആളുകൾ പോലും JRF വാങ്ങിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനം, അതിന്റെ കാരണം എന്ന് പറയുന്നത് അവർ ആ പരീക്ഷയെ മനസ്സിലാക്കി പ്രവർത്തിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യം. അതിനെയാണ് ഞാൻ സ്മാർട്ട് വർക്ക് എന്ന് വിളിക്കുന്നത്. എന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഈ 10 യൂണിറ്റുകൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രയോറിറ്റി അനുസരിച്ചുകൊണ്ട് മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഏതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇൻഫർമേഷൻ ആണ്, ഒരു വിവരമാണ്. ഈ വിവരമാണ് നമ്മെ അടുത്ത ഒരു ചുവടിലേക്ക് എത്തിക്കുന്നത്. ഒരു വിവരമാണ്. ഏതിൽ നിന്നാണ്, ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏത് പാറ്റേണിലാണ് ചോദ്യങ്ങൾ വരുന്നത്, മുൻ വർഷങ്ങളിൽ വരുന്നത് എന്നുള്ള ഒരു അറിവ്, ഒരു വിവരം ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത ഒരു കാര്യം, നമ്മൾ ഈ പറയുന്ന നമ്മുടെ നില മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ നില മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ മലയാള സാഹിത്യത്തിലെ ഈ ഒരു സെക്കൻഡ് പേപ്പറിൽ എടുക്കുമ്പോൾ ഞാൻ ഏതിലാണ് ഏറ്റവും വീക്ക് ആയിട്ടുള്ളത്, ഞാൻ ഏതിലാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്, ഞാൻ ഏതിലാണ് കുറച്ചുകൂടി എനിക്ക് ഒരു മിഡിൽ പൊസിഷനിൽ ഞാൻ നിൽക്കുന്നത് എന്ന് നമ്മുടെ ഏരിയയെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ സാധാരണ കുട്ടികളോടൊക്കെ, നമ്മുടെ ഐഫറിലെ കുട്ടികളോട് പറയാറുണ്ട്, ആദ്യം തന്നെ അവരോട് തയ്യാറാക്കാൻ പറയാറുണ്ട്. ഞാൻ പലപ്പോഴും ഇപ്പം വിളിക്കുമ്പോഴേക്ക് പറയാറുള്ള ഒരു കാര്യം, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 2-3 കാര്യങ്ങൾ എഴുതി നമ്മുടെ മേശപ്പുറത്ത് ഒട്ടിച്ചു വെക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ, ആ എഴുത്തിൽ വരേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ് നമ്മുടെ ലക്ഷ്യം എന്ന് കൃത്യമായിട്ട് അവിടെ എഴുതി വെക്കണം. കൃത്യമായിട്ട് നമ്മൾ അവിടെ എഴുതി വെക്കണം. JRF ആണെങ്കിൽ JRF, ഏജ് ലിമിറ്റ് ഉള്ള ആളുകൾക്കോ അല്ലെങ്കിൽ മറ്റു നെറ്റ് മതി എന്നുള്ളതാണ് നെറ്റ്. ആ എഴുതുന്നത് കൃത്യമായിരിക്കണം, അതിലൊരു ഡൗട്ട് വരാൻ പാടില്ല. ഞാൻ ചില കുട്ടികളോടൊക്കെ ചോദിക്കും, നിങ്ങൾ എന്താണ് എഴുതുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? അപ്പോൾ ആ സമയത്ത് JRF കിട്ടിയാൽ കൊള്ളാം, അങ്ങനെയല്ല. എന്താണോ നമുക്ക് വേണ്ടത് അത് അതേപോലെ ഉറപ്പോടെ അവിടെ എഴുതണം. JRF ആണ് എനിക്ക് വേണ്ടത്, JRFന് വേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കുന്നത്, അപ്പൊ എൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് അവിടെ എഴുതി. ഇത് നിങ്ങൾക്കും ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു റഫായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന, നിങ്ങൾക്കൊരു ഊർജം, എനർജി തരുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. സ്മാർട്ട് വർക്കിന് നിങ്ങൾ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ എൻ്റെ ലക്ഷ്യം എന്നുള്ള ഭാഗത്ത് JRF അല്ലെങ്കിൽ നെറ്റ് എന്ന് എഴുതി. അടുത്തതായിട്ട് നമ്മൾ എഴുതേണ്ടത് മുൻ വർഷങ്ങളിൽ ചോദിച്ച, മുൻ വർഷങ്ങളിൽ ഉണ്ടായ കട്ട് ഓഫുകൾ എന്നാണ്. മുൻ വർഷങ്ങളിലെ കട്ട് ഓഫുകൾ, അതിൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നത് അടിസ്ഥാനപ്പെടുത്തി കട്ട് ഓഫ് മാറും. അപ്പോൾ മുൻ വർഷം നിങ്ങൾ ഒരു OBC ആണെങ്കിൽ മുൻ വർഷങ്ങളിൽ OBCക്ക് ചോദിച്ച കട്ട് ഓഫ് എന്നൊരു ഹെഡിങ് എഴുതുക. നിങ്ങൾ ജനറൽ ആണെങ്കിൽ മുൻ വർഷങ്ങളിൽ അല്ലെങ്കിൽ മുമ്പത്തെ എക്സാമുകളിൽ, പരീക്ഷകളിൽ വന്ന കട്ട് ഓഫ് എന്ന് എഴുതുക. ഇപ്പോൾ ഉദാഹരണത്തിന് 2025 കഴിഞ്ഞ ജൂൺ ടേമിലെ എക്സാമിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിന് 206 ആയിരുന്നു JRFന്റെ കട്ട് ഓഫ്. ആ JRFന്റെ കട്ട് ഓഫ് നിങ്ങൾ അതേപോലെ ജൂണിലെയും അതിന് മുൻപത്തെ ടേമുകളിലെയും ഒക്കെ ഒരു 4-5 ടേമുകളുടെ കട്ട് ഓഫ് എഴുതുക. ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അതിന്റെ നേരെ താഴെയായിട്ട് ഇത് എഴുതുക. അടുത്ത നമ്മൾ എഴുതേണ്ട ഒരു പോയിന്റ്, ഒരു കാര്യം, ഞാൻ നേടേണ്ട സ്കോർ എന്നൊരു ഭാഗം എഴുതണം. ഞാൻ നേടേണ്ട സ്കോർ എന്ന് പറയുന്നത് മുകളിൽ എഴുതിയിട്ടുള്ള 4-5 പ്രാവശ്യത്തെ പരീക്ഷയിൽ നിന്നും അതിന്റെ ഒരു ശരാശരി കണ്ട്, അല്ലെങ്കിൽ അതിലേറ്റവും കൂടിയ കട്ട് ഓഫിനെ നമ്മൾ താഴെ എടുത്തെഴുതണം. ആ സ്കോറാണ് ഈ വരുന്ന ഡിസംബറിലെ പരീക്ഷയിലേക്ക് നമുക്ക് നേടേണ്ടത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ
ആ സ്കോർ എത്രയാണെന്നുള്ളത് നമ്മൾ എഴുതുക. ഞാൻ നേടേണ്ട സ്കോർ, ഞാൻ നേടേണ്ട മാർക്ക് എന്ന ഒരു ടൈറ്റിലിന്റെ താഴെയായിട്ട് ആ ഒരു സ്കോർ നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഇതാണ് നിങ്ങളുടെ ടാർഗറ്റ് സ്കോർ. ഈ ടാർഗറ്റ് സ്കോർ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഈ 2 മാസം കൊണ്ട് ചെയ്യേണ്ട പണി. അതിനുവേണ്ടി എത്ര എളുപ്പത്തിൽ, എത്ര തന്ത്രപരമായി നമുക്ക് കരുക്കൾ നീക്കാൻ പറ്റും, കാര്യം നേടിയെടുക്കാൻ പറ്റും, ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എഴുതിയിരിക്കുന്ന സ്കോർ 207 ലാസ്റ്റ് വന്നിരിക്കുന്ന സ്കോർ ആണ്, അല്ലെങ്കിൽ ഒരു ശരാശരി നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ജനറൽ വിഭാഗത്തിന് JRF സ്കോർ 207 എന്ന് നിങ്ങൾ എഴുതി എന്ന് കരുതുക. അപ്പൊ നിങ്ങൾ പരിശ്രമിക്കേണ്ടത് ആ സ്കോർ നേടാൻ വേണ്ടിയാണ്, അല്ലെ? ആ സ്കോർ നേടാൻ വേണ്ടിയാണ് നിങ്ങൾ ഇനി പരിശ്രമിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആ ഈ സ്കോർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് 2 പേപ്പറിൽ നിന്നാണല്ലോ. പേപ്പർ 1-ൽ നിന്നും പേപ്പർ 2-ൽ നിന്നും. ഞാൻ പേപ്പർ 1-ന്റെ കൂടി കാര്യം എടുത്ത് രണ്ടും കൂടി ഒന്ന് പറയാണ് കേട്ടോ. പേപ്പർ 1-ൽ നിന്ന് നമുക്ക് എത്ര സ്കോർ വാങ്ങിയാലാണ് ഈ ടാർഗറ്റ് സ്കോറിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് നമ്മുടെ കയ്യിൽ ഒരു കണക്കുണ്ടായിരിക്കണം. മൊത്തം 100 മാർക്കുള്ള പേപ്പർ 1-ൽ നിന്നും എത്ര സ്കോർ വാങ്ങിയാലാണ് ഈ ഒരു പരീക്ഷയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര മാർക്ക് പേപ്പർ 1-ൽ നിന്നും ഞാൻ നിർബന്ധമായിട്ട് വാങ്ങിയിരിക്കണം, എന്നാൽ മാത്രമേ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ടാർഗറ്റ് സ്കോറിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ 10 യൂണിറ്റിൽ നിന്നും നിങ്ങൾ നേടേണ്ട സ്കോർ എത്രയാണെന്നുള്ളത് എഴുതി വെക്കണം. ഓക്കെ, പേപ്പർ 1-ൽ നിന്നും നിങ്ങൾ ഉദാഹരണത്തിന് ഒരു 60 മാർക്ക് അല്ലെങ്കിൽ 65 മാർക്കാണ് നിങ്ങൾ നേടാൻ എഴുതിയിരിക്കുന്ന സ്കോർ എന്ന് വിചാരിക്കുക. ആ 65 മാർക്ക് ഞാൻ ഈ പേപ്പർ 1-ലെ ഏതൊക്കെ യൂണിറ്റുകളിൽ നിന്നും വാങ്ങിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ ആ യൂണിറ്റുകളിൽ നിന്ന് കൂടുതൽ സ്കോർ അച്ചീവ് ചെയ്യണം, കൂടുതൽ സ്കോർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ഒരു മിഡിൽ അവസ്ഥയിൽ നിൽക്കുന്ന യൂണിറ്റുകൾ ഉണ്ടാവും. ആ യൂണിറ്റുകളിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടി വരിക കുറച്ചുകൂടി അതിനെ നന്നാക്കിയെടുത്ത് ആ യൂണിറ്റിന്റെ നിലവിലുള്ള അവസ്ഥയെ മെച്ചപ്പെടുത്തി കുറെ കൂടി നല്ല സ്കോർ വാങ്ങുക എന്നുള്ളതാണ്. ഒട്ടും നമുക്ക് വഴങ്ങാത്ത യൂണിറ്റുകൾ ഉണ്ടാവും. ചില വിഷയങ്ങൾ പേപ്പർ 1-ൻ്റെതാവട്ടെ 2-ൻ്റെതാവട്ടെ ഒട്ടും വഴങ്ങാത്ത വിഷയങ്ങൾ ഉണ്ടാവും. അത്തരം വിഷയങ്ങളുടെ സ്കോർ നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നും സീറോയിലേക്ക് വിട്ടുകൊടുക്കാതെ എത്രയാണോ നമുക്ക് വാങ്ങാൻ പറ്റുക അത്രയും വാങ്ങുന്ന തരത്തിൽ ആ പേപ്പറിന് വേണ്ടിയിട്ട്, ആ യൂണിറ്റിന് വേണ്ടി നമ്മൾ പണിയെടുക്കേണ്ടി വരും. ഇപ്പൊ പൊതുവിൽ മലയാളത്തിന് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വിഷമം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് മാത്സ്. മാത്തമാറ്റിക്സിൽ പൊതുവില് വീക്കായ കുട്ടികളാണ് ഒരുപാടുള്ളത്. അപ്പൊ അവരെന്ത് ചെയ്യണം ചോദിച്ചു കഴിഞ്ഞാൽ, മാത്തമാറ്റിക്സ് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞു കളയുന്നതിന് പകരം ആ മാത്തമാറ്റിക്സിൽ എത്ര മാർക്ക് എനിക്ക് കൂടുതൽ, അറ്റ്ലീസ്റ്റ് കുറഞ്ഞ പക്ഷെ എത്ര മാർക്ക് എനിക്ക് വാങ്ങാൻ പറ്റും, അത് വാങ്ങിയെടുക്കാനും നേടിയെടുക്കാനും വേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക് ഏർപ്പെടുക. അപ്പൊ അതിന് വേണ്ടി സമയം കണ്ടെത്തുക. അങ്ങനെ ചുരുക്കത്തിൽ പേപ്പർ 1-ൽ നിന്നും ഞാൻ കാണുന്ന നിങ്ങൾ കണക്കാക്കിയിട്ടുള്ള ആ സ്കോർ കിട്ടാവുന്ന തരത്തിൽ ഓരോ യൂണിറ്റിൽ നിന്നും എത്ര വേണം, എത്ര ഞാൻ വാങ്ങേണ്ടി വരും, ഞാൻ വീക്കായ യൂണിറ്റുകളിൽ നിന്നും ആ സ്കോർ നേടാൻ വേണ്ടി എത്രത്തോളം ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇത് എഴുതി വെച്ച് കൃത്യമായിട്ട് ഡാറ്റ മുമ്പിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നീക്കാൻ. ഓക്കെ, ഇത് പേപ്പർ 1-ന്റെ കാര്യം. ഇതേ പ്രകാരം തന്നെ പേപ്പർ 2-ന്റെ കാര്യത്തിലേക്കും കിടക്കണം. ബാക്കി വലിയൊരു സ്കോർ, പേപ്പർ 1-നേക്കാളും ഇരട്ടി സ്കോർ അല്ലെങ്കിൽ അതിന്റെ അത്രയും ഇരട്ടിയോളം വരുന്ന 200 മാർക്കോളം വരുന്നത് പേപ്പർ 2-ലാണല്ലോ. അപ്പൊ ആ ഒരു ഭാഗത്ത് നമ്മൾ നേടേണ്ട മാർക്കുകളെ പറ്റിയും ഒരു ശാസ്ത്രീയമായ ഒരു പ്ലാനിങ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊത്തം എത്ര മാർക്ക് പേപ്പർ 2-ൽ നമ്മൾ വാങ്ങണം, ആ മാർക്കിന്റെ എണ്ണം നമുക്കറിയുണ്ടായിരിക്കണം. ആ മാർക്ക് ഓരോ യൂണിറ്റിൽ നിന്നും എത്ര വീതം ഞാൻ നേടിയെടുക്കേണ്ടി വരും, അപ്പൊ ഞാൻ വീക്കായ യൂണിറ്റുകളെ എങ്ങനെ ഞാൻ ശക്തിപ്പെടുത്താം, അതോടെ ഏറ്റവും കൂടുതൽ ചോദ്യം വരാൻ സാധ്യതയുള്ള യൂണിറ്റ് ഏതാണെന്ന് മനസ്സിലാക്കി ആ യൂണിറ്റിന്റെ പാറ്റേൺ മനസ്സിലാക്കി ഞാൻ എങ്ങനെ അച്ചീവ് ചെയ്യാം, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതാണ് സ്മാർട്ട് വർക്കിലേക്ക് നമ്മൾ നയിക്കുന്ന ഘടകങ്ങൾ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പേപ്പർ എഴുതാൻ പറഞ്ഞല്ലോ. ആ പേപ്പറിന്റെ അവസാനത്തിൽ നിങ്ങൾ ടാർഗറ്റ് സ്കോർ എഴുതിയിട്ടുണ്ടാകും, ഓരോ യൂണിറ്റിൽ നിന്നും എത്ര വീതം മാർക്കുകൾ വാങ്ങേണ്ടി വരുന്ന എഴുതിയിട്ടുണ്ടാകും. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓരോ ആഴ്ചയും ഒരാഴ്ച ഒന്നെങ്കിലും നിർബന്ധമായും ഒരു PYQ എങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്ത്
നമ്മളെ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ എഴുതിയിരിക്കുന്ന ടാർഗറ്റ് സ്കോറിലേക്ക് എൻ്റെ പി വൈ ക്യു ഞാൻ ചെയ്യുന്ന സമയത്ത് മാർക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുക. എത്തുന്നില്ല എങ്കിൽ അത് എത്തിക്കാനുള്ള പണി നമ്മൾ എടുത്തേ മതിയാവുള്ളൂ. അപ്പൊ സ്വയം നമ്മളെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ലൊരു കണ്ണാടി പി ആണ്. ആ പി മുൻവർഷത്തെ ചോദ്യ പേപ്പറിനെ നമ്മൾ ആഴ്ചയിൽ ഒന്നെങ്കിലും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. സ്വയം വിലയിരുത്താനുള്ള ഒരേ ഒരു മാർഗം നമുക്കത് മാത്രമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഓരോ ആഴ്ചയും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വളർച്ച എത്രത്തോളം എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ട കാര്യങ്ങളും പ്ലാനിങ്ങുകളും നടത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇതാണ് സ്മാർട്ട് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. അടുത്തൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പി.വൈ.ക്യു അറിയുക എന്നുള്ളതാണ്. എക്സാമിന്റെ സ്വഭാവത്തെ തിരിച്ചറിയാം. നിങ്ങൾക്കൊക്കെ മനസ്സിലാകും, മലയാളത്തിന്റെ പാറ്റേണിൽ അങ്ങനെ ഒരു വലിയ ഷിഫ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഓരോ തവണത്തെ പരീക്ഷയിലും ചെറിയ ചെറിയ പാറ്റേൺ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അത് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും. ചോദ്യം ചോദിക്കുന്ന രീതിയിലും അതിന്റെ സ്വഭാവത്തിലും ഒക്കെ മുൻപുള്ള രീതിയിലല്ല ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു പഠിതാവെന്ന നിലക്ക്, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരാളെന്ന നിലക്ക് ആ പരീക്ഷയുടെ ആത്മാവ് തൊട്ടറിയുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാഥമികമായ ഉത്തരവാദിത്വമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പാറ്റേൺ എങ്ങനെ മാറി വരുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാനത് ഓരോന്നോരോന്നായിട്ട് എടുത്ത് പറഞ്ഞു തരിക എന്നുള്ളത്, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തന്നെ മനസ്സിലാക്കുക എന്നുള്ളത്, ചെയ്ത് തന്നെ അറിയുക, ചെയ്ത് തന്നെ തിരിച്ചറിയുക എന്നുള്ളത് ഒരു കാര്യമുണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ട ഒന്നാണത്. ഇതൊരാൾ പറഞ്ഞു തന്നിട്ട് നമുക്ക് വായിൽ വെച്ച് വന്ന് കുടിപ്പിക്കുക എന്നുള്ള ഒന്നല്ല ഇത്. മറിച്ച് നമ്മൾ അതുമായിട്ട് ഇടപഴകി നമുക്ക് കിട്ടേണ്ട നമ്മൾ ആർജിക്കുന്ന ഒരു അറിവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പരീക്ഷയുടെ പാറ്റേൺ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് തിരിച്ചറിഞ്ഞ് പി.വൈ.ക്യുയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും ഈ ഒരു വർഷത്തെ പരീക്ഷ വരെയും ഈ ഒരു പാറ്റേണിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അടുത്ത വർഷമാകുമ്പോഴേക്കും പാറ്റേൺ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ 2025 എത്തുമ്പോഴേക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ആട്ടക്കഥയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ മുൻ വർഷങ്ങളിൽ ആട്ടക്കഥയുടെ ചോദിച്ച രീതിയിലല്ല പുതിയ വർഷം ചോദിച്ചിട്ടുള്ളത്. ഇത്തരം പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇത്രയും വർഷങ്ങളിലൂടെയുള്ള പാറ്റേണുകളിലൂടെ നിങ്ങൾ കടന്നു വരണം എന്ന് പറയാനുള്ള കാരണം ഇനിയാണ് ആ പോയിന്റ് കിടക്കുന്നത്. വരുന്ന പരീക്ഷയുടെ പാറ്റേൺ മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ കൂടി സ്മാർട്ട് വർക്കിലൂടെ പോകുന്ന ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഞാനിപ്പം പറഞ്ഞത്. മുൻവർഷങ്ങളുടെ പരീക്ഷയുടെ അടിസ്ഥാനത്തിലുള്ള പാറ്റേൺ മനസ്സിലാക്കുക മാത്രമല്ല, ഈ പാറ്റേണുകളെ വിലയിരുത്തിക്കൊണ്ട് വരുന്ന വർഷത്തെ അല്ലെങ്കിൽ വരുന്ന ടേമിലെ പരീക്ഷയുടെ ഇത്തരം ചോദ്യങ്ങൾ ഏത് പാറ്റേണിൽ വരാം എന്ന് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു വഴക്കം നമുക്ക് ഈ ഒരു പരീക്ഷയുടെ കാര്യത്തിൽ ഉണ്ടാവണം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് കൃത്യമാകുന്നത്. ഓക്കെ, ഇപ്പോൾ ഐഫറിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു 2-3 മാസ കാലയളവിനുള്ളിൽ ഡിസംബറിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന രീതി, ഒരു പാറ്റേൺ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് 10 യൂണിറ്റിൻ്റെയും കഴിഞ്ഞ റെക്കോർഡഡ് ക്ലാസ്സുകൾ കൊടുത്തു കഴിഞ്ഞു. അത് ഒരുപാട് പേരത് കവർ ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ ഒരു വീഡിയോസ് കണ്ടു തീർക്കുന്നതിലൂടെ ആ ഒരു മേഖലയിൽ കൃത്യമായ ഒരു ബേസ് അവർ പണിതു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ബേസിന്റെ പുറത്താണ് ഇനി നമ്മൾ പുതിയ 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ ദൈർഘ്യമുള്ള വീഡിയോ ഈ വരുന്ന 1.5 മാസത്തിനകം അവർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ വരുന്ന മാസങ്ങളിൽ 1-2 മാസത്തിനിടയിൽ അവർക്ക് ആ വീഡിയോ കൊടുത്ത് മുഴുവൻ ചാപ്റ്ററിലൂടെയും ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ രീതിയിൽ പി.വൈ.ക്യുവിന്റെ കൂടി അടിസ്ഥാനത്തിൽ, ഈ പാറ്റേണിന്റെ കൂടി വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പുതിയ വീഡിയോസ് കൊടുക്കുന്നതിലൂടെ അവർക്ക് കൃത്യമായിട്ട് എക്സാമിനെ പരിചയപ്പെടാൻ അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന രീതി. അത് കഴിഞ്ഞ് അവസാനത്തെ 1 മാസം ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ട് റിവിഷനിലേക്ക് പോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഐഫറിന്റെ ഭാഗമല്ലാതെ സ്വമേധയാ പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി
ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തേഡുമായിട്ട് താല്പര്യപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും ആ, ചെയ്യാവുന്നതാണ്, ആലോചിക്കാവുന്നതാണ്. ഇപ്പൊ നിലവിൽ JRF എക്സലൻസ് എന്ന് പറയുന്ന ഒരു പുതിയ ബാച്ച് കഴിഞ്ഞ ദിവസം അതിന്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ആ, ജൂൺ മാസത്തെ ഡിസംബർ പ്രീമിയർ ബാച്ചിന്റെ അഡ്മിഷൻ അവസാനിച്ചു. പുതിയൊരു ബാച്ച് JRF എക്സലൻസ് എന്ന പേരിൽ പുതിയൊരു ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ആ ബാച്ചിന്റെ ഭാഗമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ രീതിയിലുള്ള ക്ലാസ്സുകൾ കിട്ടും. കൂട്ടത്തിൽ ഐഫറിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ തന്നെ വിലയിരുത്തുന്ന ഒരു കാര്യം ആപ്പുകളിലൂടെ അവർക്ക് കൊടുക്കുന്ന, നേരത്തെ പറഞ്ഞ PYQ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളാണ്. ഡെയിലി ടെസ്റ്റ് നമ്മൾ ദിവസവും കൊടുക്കാറുണ്ട്. 10 ചോദ്യങ്ങൾ വീതം ചെയ്യുന്നുണ്ട്. അത് ഇത്തവണ മുതൽ പൂർണ്ണമായിട്ടും PYQയുടെ അടിസ്ഥാനത്തിലാണ് വരാൻ വേണ്ടി പോകുന്നത്. നമ്മൾ അതേപോലെ വീക്ക്ലി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, മന്ത്ലി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ PYQയും അതേപോലെ കാറ്റഗറൈസ്ഡ് PYQ എന്ന് പറയുന്നത്, കാറ്റഗറൈസ്ഡ് PYQ എന്ന് പറയുന്ന വിഭാഗമൊക്കെ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക്, ഐഫറിനെ ഉപയോഗപ്പെടുത്തി ചെയ്യുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും അതിന്റെ ഗുണം കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. ഈ വരുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളിലും അത് ഞങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ ബാച്ചിന്റെ ആകാവുന്നതാണ്. ഏറ്റവും ചുരുക്കത്തിൽ ഞാൻ ഇതിന്റെ എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ഒരു പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ മാത്രമാണ് ഈ പ്രസന്റേഷനിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മീറ്റിംഗ് അവസാനിപ്പിക്കുകയും ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ, ആ, രജയത്തെ ചോദിച്ചോളൂ. ഞാൻ ചോദിക്കാൻ വന്നപ്പോ PYQ നമ്മളിപ്പോ സാറ് പറഞ്ഞു മുന്നത്തെ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറും പാറ്റേൺ ഒക്കെ നോക്കാൻ പറഞ്ഞു. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാനുള്ള വഴി എന്തെങ്കിലും സാറിന് അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ? തീർച്ചയായിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ ഐഫറിന്റെ തന്നെ നമ്മളൊരു PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ ആ PDF മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. ഇനി ഈ ഒരു തവണത്തെ കഴിഞ്ഞ ജൂൺ മാസത്തെ ജൂൺ ടേമിലെ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി പുതിയ ബുക്ക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനും വേണ്ടി പോകുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ കിട്ടും. ബാക്കിയെല്ലാം ചെറിയൊരു വർക്ക് ബാക്കിയുള്ളതുകൊണ്ട് വൈകിയതാണ്. ബാക്കി പഴയ നമ്മൾ വേണമെങ്കിൽ ഞാൻ പേഴ്സണലി അയച്ചു തരാം കേട്ടോ. ഒന്ന് അയച്ചു തരൂ സാർ. നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കറക്റ്റ് ആ വർഷത്തെ ഇതിനനുസരിച്ച് കിട്ടുന്നില്ല. ഓരോ വർഷത്തെ ചിലത് നിങ്ങൾക്ക് ഐഫറിലുള്ള ആളെന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മുടെ ആപ്പിൽ 2 ടെസ്റ്റുകളുടെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ CPYQ എന്നുള്ള ഭാഗം കാണാം. CPYQ ചെയ്തിട്ടുണ്ടോ മുമ്പ്? ഞാൻ ഏകദേശം എല്ലാം ചെയ്ത് തുടങ്ങുന്നുണ്ട്. നമ്മൾ പ്രാധാന്യത്തോടെ ചെയ്യേണ്ട ഒരു ഭാഗം കേട്ടോ. CPYQ ചെയ്യുമ്പോൾ കാറ്റഗറൈസ്ഡ് PYQ ആണ്. കാറ്റഗറൈസ്ഡ് അഥവാ ഓരോ യൂണിറ്റ് അടിസ്ഥാനത്തിൽ ചോദ്യങ്ങളാണ് ഇതിൽ വരിക. അതിൽ 10 ചോദ്യം 15 ചോദ്യം ഒരു യൂണിറ്റിൽ നിന്നുള്ള ചോദ്യമായിരിക്കും. അപ്പൊ നമുക്ക് ടഫായിട്ട് തോന്നുന്ന യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ ആ യൂണിറ്റിൽ കൂടുതൽ CPYQകൾ ചെയ്യാം, അതിന് വർക്കൗട്ട് ചെയ്യാം, അങ്ങനെ ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്ക് ആപ്പിൽ PYQ ഉണ്ട്. ആഴ്ചയിൽ ഒരു PYQ എന്ന നിലക്ക് നിർബന്ധമായിട്ട് PYQകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അതിലൂടെ നമ്മളെ സ്വയം അറിഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ വീക്ക് എന്താണ്, നമ്മുടെ സ്ട്രോങ് ഏരിയ ഏതാണ്, നമ്മൾ എവിടെയാണ് കുറച്ചുകൂടി സമയം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ. ശരി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ശരിക്കും ഒരു ഇന്ററാക്ഷൻ സെഷൻ എന്നുള്ള നിലക്കായിരുന്നു ഇത് ഉദ്ദേശിച്ചിരുന്നത്. തുടക്കത്തിൽ അങ്ങനെ കാര്യമായ ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ച് പോകേണ്ടി വന്നത്. ഓക്കെ, വേറെ ആർക്കും ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം ടൈമിന്റെ കാര്യങ്ങളൊക്കെയാണ്. ടൈം അഥവാ എങ്ങനെ ടൈം മാനേജ്മെന്റ് ഉണ്ടാവണം എന്നുള്ള കാര്യം, എത്ര സമയം പഠിക്കണം എന്നുള്ള കാര്യം ആരും ചോദിക്കാത്തതുകൊണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ എക്സാമിന്റെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയിൽ നിന്ന് നമ്മളെ പിറകോട്ടടുപ്പിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. അത് ആദ്യം നമ്മൾ തിരിച്ചറിയണം. അത് ഒന്ന്, സിലബസിനെ കുറിച്ച് കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ അറിവില്ലാതിരിക്കുക, മൊത്തത്തിൽ എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുന്നുണ്ട് ഞാൻ എന്തൊക്കെയോ പഠിക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷെ അത് സിലബസുമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ മെത്തേഡുമായിട്ടോ ബന്ധമില്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഇൻകോൺസിസ്റ്റൻസി ആണ്. കൺസിസ്റ്റന്റ് അല്ല നമ്മുടെ പഠനമെങ്കിൽ
അഥവാ ഒരു തുടർച്ച നമ്മുടെ പഠനത്തിൽ കിട്ടുന്നില്ല എങ്കിൽ അത് നമ്മുടെ വിജയത്തെ ബാധിക്കും. തുടർച്ചയോടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരിക്കലും തന്നെ നിങ്ങൾ 24 മണിക്കൂർ ഇരുന്ന് പഠിക്കുക എന്നുള്ളതല്ല, എല്ലാ ദിവസവും ഒരേപോലെ പഠിക്കുക എന്നുള്ളതല്ല. പക്ഷേ നിങ്ങൾക്ക് തന്നെ ഒരു മനസ്സിലൊരു രൂപം ഉണ്ടായിരിക്കണം. ഞാൻ ഇത്രയൊക്കെ കവർ ചെയ്ത് പോയിട്ടുണ്ട്, എനിക്ക് ഇത്ര ബാക്കിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്ലാനിങ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ എത്രത്തോളം അത് ഞാൻ ചെയ്യേണ്ടതെന്നുള്ള ബോധം ഉണ്ടാവും. അതിനനുസരിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ നൈരന്തര്യം നമ്മുടെ പഠനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊരു പ്രശ്നം കുട്ടികൾക്കൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ആങ്സൈറ്റിയും സ്ട്രെസ് ഉണ്ടാവുക എന്നുള്ളത്. അത് പരീക്ഷയെയും നിങ്ങളുടെ വിജയത്തെയും ബാധിക്കും. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകേണ്ട കാര്യമില്ല കേട്ടോ. ആങ്സൈറ്റിയും സ്ട്രെസ്സും കൊടുത്തിട്ടല്ല നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്. ആത്മവിശ്വാസത്തോടെ, ഊർജത്തോടെ, അതേപോലെ തുറന്ന മനസ്സോടെ, സന്തോഷത്തോടെ പഠിക്കുക. ഹാപ്പി ലേണിംഗ് സിസ്റ്റം എന്നൊക്കെ നമ്മൾ പറയുന്നത് കൊണ്ടാണ് നമ്മൾ സന്തോഷത്തോടെ പഠിക്കുക. അപ്പൊ അതിനുതകുന്ന രീതിയിൽ എന്തൊക്കെ നിങ്ങൾക്ക് വേണം എന്നുള്ളതൊക്കെ ഒരു വെണ്ടർ എന്ന നിലക്ക് ഞാൻ നിങ്ങൾക്ക് തരാൻ ഓക്കെയാണ്. ഐഫറിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ അത് ഞാൻ തരേണ്ട കാര്യമാണ്, നിങ്ങൾക്ക് ചോദിക്കാവുന്ന കാര്യമാണത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ടൈം മാനേജ്മെന്റ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് 24 മണിക്കൂർ എല്ലാവർക്കും ഉള്ളൂ. ജറഫ് പഠിക്കുന്നവർക്കും പഠിക്കാത്തവർക്കും നെറ്റിന് പഠിക്കുന്നവർക്കും ഒക്കെ 24 മണിക്കൂർ ഉള്ളത്. ഈ 24 മണിക്കൂറിനെ നമ്മൾ എങ്ങനെ എളുപ്പത്തിൽ കൂടുതൽ കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളത്. ടൈം മാനേജ്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പരീക്ഷയെക്കുറിച്ച് അറിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിക്കണ്ട എന്ന് കൂടി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചില കാര്യങ്ങൾക്കൊക്കെ എന്ത് പഠിക്കണ്ട എന്നത് കൂടി നമ്മൾ അറിയണം. വാരി വലിച്ച് എല്ലാം പഠിച്ചെടുക്കുക എന്നുള്ളതല്ല, ചിലതൊക്കെ നമ്മൾ പഠിക്കേണ്ടതില്ലാത്ത കാര്യമാണ് എന്ന അറിവ് കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഓക്കെ, മറ്റൊരു കാര്യം PYQസിന്റെ കാര്യമാണ്. PYQ ആയിട്ട് ബന്ധമില്ലാതെ പോയി കഴിഞ്ഞാൽ എത്ര തന്നെ പഠിച്ച ആളാണെന്ന് പറഞ്ഞാലും നമ്മുടെ എക്സാമിന് അത് ബാധിക്കും. അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്ന റിസോഴ്സസിന്റെ പ്രശ്നങ്ങൾ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. തെറ്റായ വിവരങ്ങളോ അല്ലെങ്കിൽ അപ്ഡേറ്റഡ് അല്ലാത്ത കാര്യങ്ങളോ, പഴയ പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ടാണ് പഠിക്കുന്നുണ്ടാവുക. ആ പുസ്തകമായിട്ട് പുതിയ ചോദ്യങ്ങൾക്കോ പാറ്റേണിനോ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അത്തരം കാര്യങ്ങളോ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ച കാര്യത്തിന്റെ ആധിക്യം, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ എന്ത് പഠിക്കണം എന്നുള്ളതിനെ പറ്റി കൃത്യമായ ധാരണയില്ല, ഫോക്കസ് നഷ്ടപ്പെട്ട പഠനമൊക്കെ പൊതുവിൽ നമ്മുടെ വിജയത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിലേക്കൊന്നും പോകാതെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരു കൃത്യമായ ഒരു റൂട്ടിലൂടെ, കൃത്യമായ പ്ലാനിലൂടെ നമ്മുടെ പഠനത്തെ ക്രമീകരിക്കാൻ സാധിക്കണം. അങ്ങനെ ക്രമീകരിക്കാനുള്ള ഒരു വഴിയായി ഈ ഒരു പ്രസന്റേഷൻ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സഹായകരമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കമന്റിൽ ആര് ചോദിച്ചു 2018 ശേഷമുള്ള PYQ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വർഷക്കണക്ക് വെക്കണം എന്നില്ല. എത്ര PYQ നിങ്ങൾക്ക് 2000 തൊട്ട് മുന്നത്തെ വർഷം മുതൽ താഴോട്ടേക്ക് പോയിക്കോളൂ. 2025 ജൂൺ മുതൽ താഴോട്ടേക്ക് പോയിക്കോളൂ. എത്ര താഴോട്ടേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എത്ര PYQ കൂടുതൽ ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്കത് ഗുണം ചെയ്യുള്ളൂ. ഓക്കെ, PYQ ആയിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പം ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക ചുരുക്കി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സ്മാർട്ട് വർക്ക് എടുക്കുക. ഒട്ടും മനസ്സിന് സ്ട്രെസ്സോ സ്ട്രെയിനോ ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ട്, എന്നാൽ കൃത്യമായിട്ട് നമ്മുടെ പഠനത്തിന്റെ നൂല് നമ്മുടെ കയ്യിലുണ്ട്, ഞാനാണത് നിയന്ത്രിക്കുന്നത്, എന്നിൽ നിന്നും വിട്ടുപോയ ഒന്നല്ലാതെ എന്ന അറിവോട് കൂടിയിട്ട് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ട് പഠനത്തെ ക്രമീകരിക്കാൻ നമുക്കാവണം. അങ്ങനെ വാങ്ങി പഠിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.